രാവിലെ അപകടമുണ്ടായി എന്നുള്ള വിവരമാണ് ഉച്ചയോടുകൂടി നമ്മൾ എല്ലാവരെയും തേടിയെത്തുന്നത്. ഹാനികരമായ വസ്തുക്കൾ അടക്കമുള്ളവയുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഇപ്പോഴും അഗ്നിബാധ തുടരുകയാണ്, നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് പറയുന്നു. INS അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ ആളുകളുമായി പുറപ്പെട്ടിട്ടില്ല എന്നും ലഭിക്കുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? INS സൂറത്ത് എന്ന് പറഞ്ഞ നേവിയുടെ ഷിപ്പ് ഇപ്പോൾ ഏരിയയിലെത്തി. അവര് ക്രൂനെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, റെസ്ക്യൂ എഫേർട്സ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ എയർ അസറ്റ്സ് ഡോണിയർ കോസ്റ്റ് ഗാർഡിന്റെ നേവിയുടെ എയർ സർവിലൻസും നടന്നുകൊണ്ടിരിക്കുക ഏരിയയിൽ. ശ്രീ അതുൽ പിള്ള, തുടരൂ. കേൾക്കാമോ ശ്രീ അതുൽ പിള്ള? കേൾക്കാം. തുടർന്നോളൂ. നേവിയുടെ ഷിപ്പ് ഇപ്പൊ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കുറെ കണ്ടെയ്നേഴ്സ് ഒക്കെ അവിടെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുന്ന് മാനൂവർ ചെയ്തിട്ട് ഈ ക്രൂനെ ഈ 15 ക്രൂനെ അതിൽ നിന്ന് 2-3 ക്രൂ ഇഞ്ചേർഡ്. അപ്പം അവർക്കുള്ള പ്രിലിമിനറി മെഡിക്കൽ എയ്ഡും ഓൺ ഷിപ്പിൽ ഓപ്പറേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഞാൻ പിന്നെ ഫർദർ അപ്ഡേറ്റ്സ് അറിയാം. അവർക്ക് ചികിത്സ നൽകാനുള്ള സൗകര്യം അതിനുള്ളിൽ തന്നെ ഉണ്ട് അല്ലേ? അതെ, നല്ല ഡോക്ടറും ഒക്കെ ഉണ്ട്. പ്രിലിമിനറി മെഡിക്കൽ എയ്ഡ്സ് അവർക്ക് അവിടെ ഷിപ്പിൽ തന്നെ കൊടുക്കാനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാം സൗകര്യം അവിടെ ഷിപ്പിലുണ്ട്, ഈ സൂറത്ത് എന്ന് പറഞ്ഞ ഷിപ്പിൽ. ഈ മുംബൈ പോർട്ടിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം 22 പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? മറ്റ് ചില വിവരം ഇപ്പൊ നേരത്തെ മന്ത്രി സംസാരിക്കുമ്പോൾ 40 പേരെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു കൺഫർമേഷൻ വേണ്ടി ചോദിക്കുകയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ മാരിടൈം ഓപ്പറേഷൻ സെന്ററിൽ 22 ആയിട്ട് ക്രൂ ആയിട്ട് കിട്ടിയ നമ്പർ ഓഫ് ക്രൂ 22 ആയിരുന്നു. 18 പേരെ നമ്മൾ അക്കൗണ്ട് ചെയ്ത് അവര് ലൈഫ് ബോട്ടിലുണ്ട്. 4 പേര് മിസ്സിങ്. ഈ തീ അണയ്ക്കാൻ ഇനിയും കുറെ സമയം വേണ്ടി വരുമോ? എന്താണ് ഒരു നിഗമനം? തീ ഇങ്ങനെ ഇത് തീ ഒരു ഷിപ്പിലൊരു തീ ഉണ്ടാവുമ്പം ഷിപ്പിൽ ഡിപ്പെൻഡ് ചെയ്യും ആ തീ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ തീ സ്പ്രെഡ് ആവും. അപ്പം ഒരു മേജർ ഫയറാണ് ഇപ്പം ഷിപ്പിലുള്ളത്. അപ്പം നമ്മുടെ അവൈലബിൾ അസറ്റ്സ് 5 കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ആ ഏരിയയിലോട്ട് ഇതിനു വേണ്ടിയാണ് പോയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നേഴ്സും ഫ്ലോട്ടിങ്. അപ്പം ആ കണ്ടെയ്നേഴ്സിന് ഇത് ചെയ്തിട്ട് ഈ അവരുടെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം അവർക്ക് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി അവിടെ എത്തണ്ടേ. അത്ര അടുത്തേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമല്ല. ഇത്രയും എക്സ്പ്ലോസീവ്സ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ കടലിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഷിപ്പുകളുടെ സേഫ്റ്റി കൂടി പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട് അല്ലെ? പരിഗണിക്കേണ്ട സാഹചര്യമുണ്ട്. എക്സ്പ്ലോസീവ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. കണ്ടെയ്നേഴ്സ് വെള്ളത്തിലുണ്ട്, കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, തീ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് എത്ര എണ്ണം വെള്ളത്തിലുണ്ടെന്നും അതും അറിയാൻ വയ്യ. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് എങ്ങനെ ഷിപ്പിൽ വന്ന് ഷിപ്പിന്റെ പ്രൊപ്പലറിൽ എങ്ങനെ കൊണ്ടുകഴിഞ്ഞാൽ ഷിപ്പിനും ഡേഞ്ചർ. അപ്പോൾ ആ ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് എടുത്തിട്ട് ആ ഷിപ്പിലെ ക്യാപ്റ്റൻ ഡിസൈഡ് ചെയ്യും എങ്ങനെ പോയിട്ട് തന്നെ ഫയർ ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഒബ്ജക്റ്റീവാണ്. അതനുസരിച്ച് ആ കോൾ അവിടെ ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അവിടെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നതെന്ന് ആ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ഇല്ല. ഈ കപ്പലിലുള്ള ആളുകളെ ഇപ്പോൾ മറ്റൊരു കപ്പലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെപ്പോഴേക്ക് തീരത്തേക്ക് എത്തിക്കാനാകുമെന്നാണ് കരുതുന്നത്? ഡിപ്പെൻഡ് ചെയ്യും അവിടുത്തെ സിറ്റുവേഷൻ, ക്രൂവിന്റെ സിറ്റുവേഷന്. അപ്പൊ അതൊരു അപ്ഡേറ്റ്സ് കിട്ടുമ്പോഴല്ലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അവരെ എങ്ങനെ ഇനി അവർ ഷിപ്പിന്റെ ഹെലികോപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്, ഷിപ്പിന് വന്നത് ഷിപ്പ് വേറെ ഷിപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ കോളൊക്കെ ഇപ്പൊ അവിടുത്തെ ഷിപ്പിലെ ക്യാപ്റ്റൻ, നേവിയുടെ ഷിപ്പിലെ ക്യാപ്റ്റനും പിന്നെ കോസ്റ്റ് ഗാർഡിലെ അവർ ഡിസിഷൻ എടുക്കും ഓൺ ഗ്രൗണ്ട്. ബേപ്പൂരേക്കായിരിക്കുമോ അതോ മംഗലാപുരം എന്നൊരു സാധ്യതയും ഉണ്ടെന്ന് പറയുന്നു. ഏത് തുറമുഖത്തേക്കായിരിക്കും എത്തിക്കുക? ആ കോൾ അപ്ഡേറ്റ് ആവുമ്പോൾ ഞാൻ പറയാം ബേപ്പൂർ ആണോ അതെ മംഗലാപുരം. വളരെയധികം നന്ദി ശ്രീ അതുൽ പിള്ള. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നിർണായകമായ വിവരങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. നേരത്തെ നമ്മൾ പലയിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും സമാനമായിരുന്നു. പക്ഷേ അതായത് അവിടെ കണ്ടെയ്നറുകൾ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. 8-9 മണിക്കൂറുകളായി ഈ തീ കപ്പലിൽ ഇപ്പോഴും ആളി കത്തുകയാണ്. മേജർ ഫയർ ആണ്. അതായത് അദ്ദേഹം പറയുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട്, അദ്ദേഹം നേവി PRO കൂടിയാണ്, ആ തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോഴും ഈ സ്ഫോടന സ്വഭാവമുള്ള വസ്തുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരീകരണം പറയുന്നില്ല. പക്ഷേ കപ്പലിൽ വലിയ തീയാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ തീ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം തന്നെ ഏത് തുറമുഖത്തേക്ക് എന്നതിൽ ഇപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരം, അതായത് സ്ഥിരീകരിക്കുന്ന ഒരു വിവരം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്.